ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടമാങ്ങ അച്ചാറാണ്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അച്ചാറാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അടമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഉണങ്ങിയ മാങ്ങയാണ്. ഒരുപാട് ഉപ്പെല്ലാം ഇട്ട് നല്ലതുപോലെ ഉണക്കിയെടുത്തതാണ്. ഈ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം ആ ഉപ്പ് ഉണങ്ങിയിരിക്കുന്നതാണ്. നമ്മൾ എത്രത്തോളം ഉപ്പിട്ട് ഉണക്കിയെടുക്കുന്നോ അത്രയും നാളെ നമുക്ക് ഒരുപാട് ദിവസം ഇതിങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഉണക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങാ സീസൺ അല്ലെങ്കിൽ കൂടി പോലും നമുക്കിതുപോലെ മാങ്ങാച്ചാറിടാനോ അല്ലെങ്കിൽ കറിയിലൊക്കെ ഇടാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ മാങ്ങ നല്ലതുപോലെ കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പച്ചവെള്ളമൊന്നും നമ്മൾ ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, കാരണം പെട്ടെന്ന് പൂപ്പലുണ്ടാവും. അതുപോലെ തന്നെ ഏത് അച്ചാറും ഉണ്ടാക്കിയാലും നമ്മൾ അതിലേക്ക് പച്ചവെള്ളം ചേർക്കരുത്. പെട്ടെന്ന് അച്ചാറൊക്കെ പൂപ്പലുണ്ടാവും. ഇപ്പോൾ അച്ചാറിൽ നമുക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് ഒഴിച്ചാൽ മതി. പക്ഷേ ഡയറക്റ്റായിട്ട് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ഈ മാങ്ങ ഒരു 30 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി വെക്കാം. 30 മിനിറ്റിൽ കൂടുതൽ ഇത് വെക്കേണ്ട കാര്യമില്ല. ഒരുപാട് സമയം നമ്മളിത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാങ്ങ നല്ലതുപോലെ കുതിർന്ന് പോയിട്ട് മാങ്ങ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു 30 മിനിറ്റ് മാത്രം നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതി. നമ്മുടെ മാങ്ങ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. പാനിലേക്ക് നമുക്കിനി ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും അച്ചാർ വയ്ക്കുമ്പോൾ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. 1/4 കപ്പ് ഇഞ്ചി അരിഞ്ഞത്. ഇനി കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെയും നമ്മളിത് വഴറ്റണ്ട. അതിൻ്റെ പച്ച മണം മാറിയിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റിയാൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കും തോറും അച്ചാർ കേടാകാതെ ഇരിക്കും. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഈ വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും വേണ്ടി മാത്രമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, കാരണം മാങ്ങയിൽ ഉപ്പുള്ളതാണ്. അതിൻ്റെ പേരിൽ ഇതിന് മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മസാല ചേർത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളിത് വഴറ്റിയെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണയിട്ടൊന്ന് വഴറ്റുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയിലുണ്ടായിരുന്ന പകുതിയോളം വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരു 2 മിനിറ്റ് മാത്രം നമ്മളിത് വഴറ്റി കൊടുത്താൽ മതി. നമ്മുടെ അടമാങ്ങ അച്ചാർ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. ഇതുപോലൊരു അടമാങ്ങ അച്ചാറുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. ഞാനിപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും ചാറ് തന്നെ മതി. കൂടുതൽ ചാറ് വേണമെന്നുള്ളവർക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മാങ്ങയുടെ വെള്ളം അത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയൊരു പുളിപ്പിനും കൂടെ വേണ്ടിയിട്ടാണ് വിനിഗർ ചേർത്ത് കൊടുത്തത്. വിനിഗർ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഫൈനലി ചെറിയൊരു പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ശർക്കര ചേർക്കുന്നത് ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ ശർക്കര ചേർക്കുന്നത്. ചെറിയൊരു പീസ് ശർക്കര ചേർത്താൽ മതി. ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ഈ അച്ചാറിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള അടമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ഭരണിയിലോ സൂക്ഷിച്ച് വെക്കാം. ഒരുപാട് നാൾ ഇതിങ്ങനെ കേടാകാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷമീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൺ.